അകലം പാലിക്കേണ്ട ചില മനുഷ്യരുണ്ട്. ആരൊക്കെയാണവർ? അവരുടെ പൊതുവായ ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം. അവർ എമ്പതി അഥവാ സഹാനുഭൂതി എന്ന വികാരം ഇല്ലാത്തവരായിരിക്കും. നിങ്ങളൊന്ന് വീണാൽ, നിങ്ങൾക്കൊരു വീഴ്ച പറ്റിയാൽ മാറിയിരുന്ന് അല്പം ചിരിക്കുന്നവരാണ്. നിങ്ങളുടെ വിജയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു സന്തോഷമുണ്ടാവില്ല. മാത്രവുമല്ല, നിങ്ങളുടെ വിജയവാർത്ത അറിയുമ്പോൾ പ്രത്യക്ഷത്തിൽ ചിരിച്ചു കാണിച്ചാലും പെട്ടെന്ന് മുഖം കറുക്കുന്നവരാണ്. വ്യാജമായ അഭിനന്ദനങ്ങൾ നൽകി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യരുണ്ടോ? നിങ്ങളെ പെട്ടെന്ന് അഭിനന്ദനങ്ങളൊക്കെ നൽകുകയും നിങ്ങൾ പോയാൽ ഉടൻ തന്നെ എന്ന് പറയുകയും ചെയ്യുന്ന മനുഷ്യരാണോ? നിങ്ങൾ ചെയ്യുന്നത് എന്തും ശരിയല്ലെന്ന തോന്നലുണ്ടാക്കാൻ അവർ നിരന്തരം ശ്രമിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണോ? എല്ലാം സ്വയം നിയന്ത്രണത്തിൽ നിർത്താൻ ശ്രമിക്കുന്നവരാണോ? നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെ അവർ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ടോ? സ്വന്തം കാര്യത്തിലായിരിക്കും എപ്പോഴും അവരുടെ ശ്രദ്ധയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ വരുത്തിയ തെറ്റുകൾ പോലെയും തന്ത്രത്തിൽ മറ്റുള്ളവരുടെ പേരിൽ അതടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള മനുഷ്യർ നിങ്ങളുമായി സംസാരിക്കുന്നതിനുള്ള സമയം കുറയ്ക്കുന്നുണ്ടോ? മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കുകയും നിങ്ങളുടെ സമയത്തിന് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ? ആ മനുഷ്യരെ നിങ്ങൾ ടോക്സിക് പീപ്പിൾ എന്നാണ് വിളിക്കുക. ഇത്തരം മനുഷ്യരിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക എന്നതാവട്ടെ 2025 നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന